ദൈവമഹത്വത്തിൻ്റെ പ്രത്യേകതയാണ് വേഗത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. എത്ര ദൈവമക്കൾക്ക് അത് ഏറ്റു പറയാൻ പറ്റും? ദൈവമഹത്വത്തിൻ്റെ പ്രത്യേകതയാണ് വേഗത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് പറയുമ്പോൾ, പെട്ടെന്ന് സംഭവിക്കുക എന്ന് പറയുമ്പോൾ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതും പെട്ടെന്ന് സംഭവിക്കും, ഉൾക്കൊള്ളാൻ പറ്റാത്തതും അല്ലെങ്കിൽ ആഗ്രഹിക്കാത്തതും പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ ഒന്ന് അവിടെ നിന്ന് പറയട്ടെ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനു മുമ്പേ ദൈവം നമ്മോട് പ്രെയർ റൂമിനകത്ത് കയറാൻ പറയും. എനിക്കറിഞ്ഞൂടാ, ഇത് ഒരു എൻ്റെ അകത്തെന്തോ ഇങ്ങനെ ഒരു കാര്യം, എന്തോ ചില ആശയങ്ങളോടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു തുടങ്ങുന്നു. എനിക്കത് മനസ്സിലാവുന്നു. പെട്ടെന്ന് ചില കാര്യങ്ങൾ വിടുതൽ സംഭവിക്കാൻ വേണ്ടി പ്രെയർ റൂമിനകത്ത് കയറാൻ പറയും. നമ്മൾ പ്രെയർ റൂമിനകത്ത് കയറിയിരിക്കുന്നൊരു സമയമാണ്. എനിക്ക് എല്ലാ ദിവസത്തെയും ഒരു മെസ്സേജ് ആരംഭിക്കുന്നത് പോലെ തോന്നുന്നില്ല. ഇന്ന് ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് ചിന്തിച്ചിട്ട്, ഈ വചനത്തിൽ നിന്ന് ചിന്തിച്ചിട്ട്, എന്തോ കർത്താവിന് കൈമാറാനുണ്ടെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ചിന്തിച്ചിട്ട് നമ്മൾ പ്രാർത്ഥനയിലേക്ക് കയറാൻ പോവുക. എനിക്കൊരു കാര്യം അറിയാം, ദുഷ്ടൻ്റെ സകല ആശയും നശിച്ചു പോകുന്നത് ഒരു മനുഷ്യൻ പ്രാർത്ഥനാ റൂമിലേക്ക് കയറുമ്പോഴാണ്. ദുഷ്ടൻ്റെ സകല പദ്ധതിയും അവൻ വർഷങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് അവൻ തയ്യാറാക്കിയ പദ്ധതികൾ ഒരു ദിവസം, ഒരു മണിക്കൂർ ദൈവസന്നിധിയിൽ ചിലവിടുന്ന ഒരു പ്രാർത്ഥന മനുഷ്യൻ്റെ മുമ്പിൽ തകർന്നു വീഴാനേ ഉള്ളൂ. ഞാൻ ഇന്ന് ആത്മനിയോഗത്തോടും നിറവോടും നിറഞ്ഞ ദൈവസാന്നിധ്യത്തോടും ഞാൻ പ്രിയപ്പെട്ടവർക്ക് കൈമാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന് നേരെ ഉന്നം പിടിച്ച, വർഷങ്ങൾക്ക് മുൻപേ, വർഷങ്ങൾ കൊണ്ട് ഉന്നം പിടിച്ച, മാസങ്ങൾ കൊണ്ട് ഉന്നം പിടിച്ച, തകർത്ത് കളയാൻ വേണ്ടി പലവട്ടം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിന്ന് ഉന്നം പിടിച്ച സകലത്തെയും നിങ്ങളുടെ ജീവിതത്തോട് അടുപ്പിക്കാതെ വണ്ണം, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ തെറ്റി ഒഴിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പല സമയങ്ങളിലും നിർബന്ധത്തോടെ ദൈവം നിങ്ങളെ പ്രാർത്ഥനാ മുറിയിലേക്ക് തള്ളിക്കയറ്റിയതുകൊണ്ടും, പല സന്ദേശങ്ങൾക്കകത്ത് നിങ്ങളുടെ മനസ്സിനെ പിടിച്ചുടക്കിയിട്ടത് കൊണ്ടും, പല സന്ദർഭങ്ങളിൽ ദൈവിക സന്ദർശനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ അവിടുന്ന് തിരുമനസ്സായതുകൊണ്ടുമാണ്. ദാവീദിനെ എനിക്കും നിങ്ങൾക്കും, ലോകത്തുള്ള ചെറുതും വലുതുമായ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ശമൂവേലിൻ്റെ പുസ്തകം 30-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ദൈവത്തോട് ദാവീദ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 30-ാമത്തെ അധ്യായം, ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 30-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ദാവീദും അവൻ്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ട് കളഞ്ഞിരുന്നു. ഒരു പ്രവൃത്തി, അമാലേക്യരിൽ നിന്ന് ഒരു യുദ്ധം, ഒരു തകർച്ച സംഭവിച്ച ഒരു ദേശത്തിൻ്റെ മധ്യത്തിൽ ദാവീദും തൻ്റെ ജനവും എത്തി നിൽക്കുന്ന ഒരു സന്ദർഭം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. എല്ലാ പൂർണ്ണതയുടെ നടുവിലും നിർത്തിയല്ല ദൈവം നമ്മളോട് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളുടെയും മറുപടികൾ പൂർണ്ണമായി തന്നിട്ടല്ല ദൈവം ചില കാര്യങ്ങൾക്ക് നമ്മളെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ചില കാര്യങ്ങൾ പുറപ്പെടുന്നതിന് മുന്നേ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷമേ നമ്മളെ എന്തിന് ചിലയിടത്ത് എത്തിച്ചു എന്ന് പോലും നമുക്ക് പിടികിട്ടത്തുള്ളൂ. ഇവിടെ സിക്ലാഗിൽ നിൽക്കുന്ന ദാവീദിന് അമാലേക്യരിൽ നിന്ന് ഉണ്ടായ ഒരു നഷ്ടം തിരിച്ചു പിടിക്കാൻ ഒരു നിയോഗം പരിശുദ്ധാത്മാവ് കൈമാറുന്നുണ്ട്. അമാലേക്കർ നശിപ്പിച്ച ദേശം,
അമാല്യക്കർ നശിപ്പിച്ച സ്വത്തുവകകൾ, അമാല്യക്കർ നശിപ്പിച്ച പലതും, അമാല്യക്കർ കൊണ്ടുപോയ കവർന്നെടുത്ത പലതും തിരിച്ചു പിടിക്കാൻ വേണ്ടി ദാവീദിന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം. എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കയ്യിൽ ഉണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടു പോയിട്ട്, കയ്യിലുണ്ടായിരുന്ന പലതും ഇന്ന് കൈ മുതലായി ഇല്ലാതെ, അത് സാത്താനാലും മനുഷ്യനാലുമൊക്കെ കവരപ്പെട്ടതും പിടിച്ചു വെൽക്കപ്പെട്ടതും പിടിച്ചു വാങ്ങപ്പെട്ടതുമായ നിലയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നിൽക്കുന്നെങ്കിലും, അല്ലെങ്കിൽ കൈവിട്ടു പോകുമോ എന്ന ഒരു ചിന്തയിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിലും, ഞാൻ ഇന്ന് ഈ വചനം പറഞ്ഞ് അത് വ്യാഖ്യാനിച്ച് നിങ്ങളുടെ മുമ്പിൽ ഈ വചനത്തിനകത്തുള്ള ആ ഉൾക്കാമ്പെന്ത് എന്ന് ദൈവാത്മനിയോഗത്തോടെ വെളിപ്പെടുത്തുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം, മാനുഷികമായി ഒരു ഉറപ്പ് ഞാൻ തരാം. സകലതും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടാലും, ചിലതെങ്കിലുമൊക്കെ നഷ്ടമല്ലേ എന്ന് ചിന്തിച്ചാലും, അതിനെയൊക്കെ, നഷ്ടമെന്ന് പറഞ്ഞതിനെയൊക്കെ തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യവും കൂട്ടായ്മയും ജീവനും ശക്തിയും ഇന്നും വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും സ്വന്തം എന്ന് പറയാനുള്ള ഒരാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദാവീദ് ഒരു യുദ്ധത്തിൻ്റെ മുഖത്താണ്. ദാവീദ് യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടൊരു മനുഷ്യനായി നിൽക്കുകയാണ്. നിങ്ങൾ എൻ്റെ ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഇതിനകത്ത് കളയാനൊന്നുമില്ല. ചിലയിടത്ത് നമ്മൾ സംസാരിക്കാൻ നിർബന്ധിക്കപ്പെടും, ചിലയിടത്ത് നമ്മൾ വായിക്കുവാൻ വയ്ക്കാൻ നിർബന്ധിക്കപ്പെടും, ചിലയിടത്ത് നമ്മൾ പ്രതികരിക്കാൻ നിർബന്ധിക്കപ്പെടും, ചിലയിടത്ത് നമ്മൾ ദേഷ്യപ്പെടാൻ നിർബന്ധിക്കപ്പെടും, ചിലയിടത്ത് നമ്മൾ ബലഹീനതയിൽ വീണു പോകാൻ നിർബന്ധിക്കപ്പെടും. എന്നാൽ അവിടെയും ദൈവവുമായി ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു മനുഷ്യനെ കാണണമെങ്കിൽ ഈ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 30-ാമത്തെ അധ്യായത്തിലെ ദാവീദിങ്കിലേക്ക് നമ്മളൊന്ന് നോക്കണം. ജീവിതത്തിൽ തെറ്റുകൾ പറ്റാത്തൊരു വ്യക്തിയല്ല ദാവീദ്, വീഴ്ച സംഭവിക്കാത്തൊരു വ്യക്തിയല്ല ദാവീദ്, ബലഹീനതയില്ലാത്തൊരു വ്യക്തിയല്ല ദാവീദ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഭാഗ്യം, അത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സിറ്റുവേഷൻ, ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സിറ്റുവേഷനിൽ, ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വിസ്ഡം ദാവീദിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആരെങ്കിലും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നതിനു മുൻപേ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, തമ്പുരാനോട് ചോദിക്കാതെ നിങ്ങളൊരു തീരുമാനമെടുക്കരുത്. ദൈവാലോചന വ്യക്തിപരമായി ദൈവം നിങ്ങൾക്ക് തരാതെ നിങ്ങളൊരു തീരുമാനമെടുക്കരുത്. ദൈവത്തിൻ്റെ ശബ്ദം വ്യക്തമായി കേൾക്കാതെ നിങ്ങളൊരു തീരുമാനം എടുക്കരുത്. ഇവിടെ അമാല്യക്കരെ കണ്ട് തിരിഞ്ഞോടുന്ന, അല്ലെങ്കിൽ അമാല്യക്കർ എൻ്റെ ദേശം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടതിനെ കവർന്നെടുത്തു എന്ന് പറഞ്ഞ് ഉടനെ പ്രതികരിക്കുന്ന ഒരു ദാവീദായിരുന്നെങ്കിൽ അത് നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനായിരുന്നു എന്ന് പറയേണ്ടി വരും. എന്നാൽ 30-ാമത്തെ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 30-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാറേ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അല്ലെങ്കിൽ ഇങ്ങനെ വായിക്കുക, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന അരുളപ്പാടുണ്ടായി. സകലവും വീണ്ടുകൊള്ളും. And without fail recover all, for thou shalt surely overtake them, and without fail recover all. നീ സകലവും അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കും.
നീ അവനെ ഓവർടേക്ക് ചെയ്യും, നീ സകലവും അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കും. ഇത് ആരോട് പറയുന്നതാ? ഇത് യഹോവ ദാവീദിനോട് പറയുന്നതാ. ഇത് ആരോട് പറയുന്നതാ? ഇത് ദൈവമായ കർത്താവ് ഇന്ന് ഈ മീറ്റിങ്ങിലിരിക്കുന്ന ഫഥായിൻ ജീസസ് മിനിസ്ട്രീസിൻ്റെ ഈ ഓൺലൈൻ മീറ്റിങ്ങിലിരിക്കുന്ന ഓരോ ദൈവ മക്കളോടും ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാ. ഇത് ആരോട് സംസാരിക്കുന്നതാ? ഇത് ദൈവം ഇന്ന് ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചില വിശ്വസ്ത ദൈവ മക്കളോട് സംസാരിക്കുന്നതാ. ദാവീദ് ദൈവത്തോട് ചോദിച്ചു, ഇനി ഞാൻ ഈ കാര്യത്തിന് വേണ്ടി കാത്തിരിക്കണോ? നമ്മൾ ചോദിക്കാറില്ലേ? അതുപോലെ ചോദിച്ചു, ഇനി ഞാൻ ഒരു വിജയത്തിന് വേണ്ടി കാത്തിരിക്കണോ? ഇനി ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണോ? എനിക്ക് അവനെ എത്തിപ്പിടിക്കാൻ പറ്റുമോ? അവൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ നന്മകളെ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? എൻ്റേതായിട്ടുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോയവനിൽ നിന്ന് എനിക്കെല്ലാം വെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഇനി ഞാൻ കാത്തിരിക്കണോ? ഒരു ദൈവശബ്ദം എൻ്റെ ജീവിതത്തിൽ കേൾക്കാൻ പറ്റുമോ? ഇനി ഞാൻ പ്രാർത്ഥിക്കണോ? ഒരു ദൈവിക വിടുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ? ഇനി കാത്തിരിക്കണോ? ഒരു സൗഖ്യം എൻ്റെ കണ്ണുകൊണ്ട് കാണാനും ശരീരം കൊണ്ട് അനുഭവിക്കാനും പറ്റുമോ? ഇനി ഞാൻ കാത്തിരിക്കണോ? എനിക്കൊരു നല്ല കാലം ഉണ്ടാവുമോ? ഇനി ഞാൻ കാത്തിരിക്കണോ? എൻ്റെ ശത്രു എൻ്റെ പാദപീഠമാകുവോളം എന്ന് നീ പറഞ്ഞ വചനം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവോ? ഇനി ഞാൻ കാത്തിരിക്കണോ? എനിക്കുള്ള വാഗ്ദത്തങ്ങൾ നടക്കുവോ? ഇനി ഞാൻ കാത്തിരിക്കണോ? എന്നെ നീ ഉപയോഗിക്കുവോ? ഇനി ഞാൻ കാത്തിരിക്കണോ? എനിക്ക് അഭിഷേകം കിട്ടുവോ? ഇനി ഞാൻ കാത്തിരിക്കണോ? എൻ്റെ ജീവിതത്തിലൊരു നല്ല കാലം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാരൊക്കെയോ ഇന്ന് ഈ മീറ്റിങ്ങിനകത്തുണ്ട്. എന്ന് ചോദിച്ചാരൊക്കെയോ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ദൈവത്തോട് ചോദിച്ച് ചില തീരുമാനങ്ങൾ എടുത്ത, ദൈവത്തോട് ചോദിച്ച് മൂവ് ചെയ്യുന്ന, ദൈവ ശബ്ദത്തിനനുസരിച്ച് തീരുമാനമെടുക്കുന്ന, ദൈവ മുഖത്തെ ദുഃഖിപ്പിക്കാതെ ജീവിക്കുന്ന ചില വിശ്വസ്ത മനുഷ്യർ ഇതിനകത്തുണ്ടെന്ന് ആത്മാവ് വ്യക്തമായി എനിക്ക് ബോധ്യം തരുന്നു. അവരോട് ദൈവാത്മാവ് പറയുന്നു, നീ അവനെ ഓവർടേക്ക് ചെയ്യും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിങ്ങളെ ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞ തകർച്ചയെ, നിങ്ങളെ ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞ തകർച്ചയെ, നിങ്ങളെ ഓവർടേക്ക് ചെയ്തു എന്ന് പറയുന്ന ചില ശാപവാക്കുകളെ, നിങ്ങളെ ഓവർടേക്ക് ചെയ്തു എന്ന് പറയുന്ന ചില അനീതിയുള്ള മനുഷ്യനെ, നിങ്ങളെ ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞ സമയദോഷത്തെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നീ ഓവർടേക്ക് ചെയ്യുന്ന, നീ ഓവർടേക്ക് ചെയ്യുന്ന, come on, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നീ ഓവർടേക്ക് ചെയ്യുന്ന, നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന, വിശ്വസിക്കുന്നവൻ ഓവർടേക്ക് ചെയ്യുന്ന ഒരു സീസൺ ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഓപ്പൺ ആക്കുന്നു. ഇന്ന് ഈ പ്രയർ മീറ്റിംഗിനകത്ത് നിനക്ക് ഓവർടേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അഭിഷേകം. ചോദിക്ക നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഈ തകർച്ചയെ എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന്, ഈ കണ്ണുനീരിനെ എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന്, ഈ മടുപ്പിനെ എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന്, ഈ പാപത്തെ എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന്, ഈ ടെംപ്റ്റേഷനെ എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ജീവനുള്ളവർ ഇതിനകത്തുണ്ട്, ജീവനുള്ളവർ ഇതിനകത്തുണ്ട്. ഈ മീറ്റിംഗിനകത്ത് ജീവനുള്ളവരുണ്ട്, ആത്മാവുള്ളവരുണ്ട്, വചനമുള്ളവരുണ്ട്, ശക്തിയുള്ളവരുണ്ട്, എണ്ണ നെറുകയിൽ വീണവർ. എനിക്കതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന്, എന്റെ വാഗ്ദത്തത്തെ പിടിച്ചു തടഞ്ഞു വെച്ചിരിക്കുന്നതിനെ എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ ഓവർടേക്ക് ചെയ്തതിനെ കീഴ്പ്പെടുത്തി എനിക്ക് അതിന്മേൽ ജയമെടുക്കാൻ പറ്റുമെന്ന്, ഞാൻ സകലതും ശത്രുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് ദൈവവചനത്തിനകത്ത് പറയുന്നത് കൊണ്ട് അതാമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയുന്നവർ ഈ മീറ്റിംഗിനകത്തുണ്ടെങ്കിൽ, ഈ മീറ്റിംഗിനകത്തുണ്ടെങ്കിൽ ഇന്ന് നിനക്ക് വേണ്ടി ദൂതൻ അതിന് വഴി തുറക്കും. വിശ്വസിക്കുന്നവന് വേണ്ടി ദൈവരാജ്യം ഓഫർ ചെയ്യുന്ന ദൂതഗണങ്ങൾ in the mighty name of Jesus ഓവർടേക്ക് ചെയ്യും. ദൈവമുള്ളവൻ, ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവൻ സമയദോഷം എന്ന് പറയുന്നതിനെ ഓവർടേക്ക് ചെയ്യും. ദൈവത്തോടു കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവൻ അവന്റെ മുമ്പിൽ വരുന്ന അപ്രതീക്ഷിത തകർച്ചകളെയും തടസ്സങ്ങളെയും ഓവർടേക്ക് ചെയ്യും. ദൈവം കൂടെ ഉള്ള മനുഷ്യൻ, ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അപ്രതീക്ഷിതമായി അവനെ കാത്തിരിക്കുന്ന ചില തകർച്ചകളെ പ്രാർത്ഥന റൂമിനകത്ത് ഡീൽ ചെയ്ത് ഓവർടേക്ക് ചെയ്യും. In the name of Jesus Christ of Nazareth,
ജീവനുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞ് സ്വീകരിച്ചാൽ ഒരു വിടുതൽ ഇന്ന് സംഭവിക്കും. ആമേൻ. ഒത്തിരി നാളായില്ലേ സുഹൃത്തെ തകർച്ച കണ്ടുകൊണ്ടിരിക്കുന്നു. ഒത്തിരി നാളായില്ലേ സുഹൃത്തെ ചില വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒത്തിരി നാളായില്ലേ പ്രിയപ്പെട്ട കുടുംബമേ ആവർത്തിച്ച് പലതിനെ ജയിച്ചിട്ടും പിന്നെയും നിങ്ങളെ തേടി വന്ന് കീഴ്പ്പെടുത്തുന്നു. എന്നാൽ ദാവീദ് ചോദിച്ചു, ഞാൻ ഇനി ഈ പരീക്ഷ തകരാൻ വേണ്ടി പ്രാർത്ഥിക്കണോ? ഞാൻ ഇനി ഈ പരീക്ഷയെ പിന്തുടരണോ? ഞാൻ ഇനി ഇവനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സമയം കളയണോ? ദൈവം പറയുന്നു, ഡു ഇറ്റ്. നിനക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാവീദേ, നീ കൂടെ പുറകിലോട്ട് പോകല്ലേ. നിന്റെ ഫാമിലിയിൽ പലരും പുറകിലോട്ട് പോയിട്ടുണ്ടാകാം. നിങ്ങളുടെ ഫാമിലിയിൽ പലരും തണുത്തുറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങളുടെ ഫാമിലിയിൽ പലരും ഫെയ്ത്ത് തന്നെ വിട്ടിട്ടുണ്ടാകാം. നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് പലരും പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ദാവീദേ, നിനക്ക് അതിനെ ഓവർടേക്ക് ചെയ്യാൻ, come on everybody, ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് അതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം വേറെ ഒന്നുമല്ല, ദാവീദിന്റെ കൂടെയുള്ള ആരും ദൈവത്തോട് ചോദിച്ചില്ല ഞങ്ങൾ ഈ പരീക്ഷയെ പിന്തുടരണമെന്ന്. പക്ഷേ ഉത്തരവാദിത്വമുള്ളവൻ, ദർശനമുള്ളവൻ, അഭിഷേകമുള്ളവൻ ദൈവത്തോട് ചോദിച്ചു, എനിക്കിതിനെ ജയിക്കാൻ പറ്റുമോ? എനിക്കിതിനെ ജയിക്കാൻ പറ്റുമോ? തിരുവെഴുത്ത് പറയുന്നു, യഹോവ പറഞ്ഞു, ഈ ആത്മാവ നിന്നോട് സംസാരിക്കുന്നേ. ദീപു പാസ്റ്റർ അല്ല, പരിശുദ്ധാത്മാവ നിന്നോട് സംസാരിക്കുന്നേ. നിനക്കതിനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയും. തീർന്നില്ല, നിനക്കതിനെ കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാൻ കഴിയും. നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സകലതും റിക്കവർ ചെയ്യാൻ. അത് ജോലി, വരുമാനം, ബന്ധങ്ങൾ, അഭിഷേകം, അവസരം, ശുശ്രൂഷ, വിസ്ഡം, ദൈവവുമായിട്ടുള്ള ബന്ധം, സകലതും റിക്കവർ ചെയ്യാൻ ഇന്ന് പ്രതിജ്ഞ എടുത്ത ആരോ ഇതിനകത്തുണ്ട്. ഇന്ന് വിശ്വാസമുള്ള ആരോ ഇതിനകത്തുണ്ട്. നിനക്ക് സകലതും റിക്കവർ ചെയ്യാനുള്ളൊരു ടൈം ദൈവം ഓപ്പൺ ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ നിയോഗം നാവിൽ തൊടുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ഒരു നിർബന്ധം അകത്ത് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ, വാ അടക്കി ഇരിക്കരുത്, കൈയടക്കി ഇരിക്കരുത്, വെറുതെ ഇരിക്കരുത്. പ്രതികരിക്കുന്നവനെ സ്പർശിക്കുന്ന ദൈവശക്തി ഇതിനകത്തുണ്ട്. സകലതും റിക്കവർ ചെയ്യാൻ നിനക്ക് നഷ്ടപ്പെട്ട കുടുംബ ജീവിതം, അതിനകത്തുള്ള സന്തോഷം, അംഗീകാരം, സമാധാനം, തലമുറകളുടെ ഭാവി, സകലതും റിക്കവർ ചെയ്യാൻ ദൈവം നിന്നോട് പറയുന്നു. അതിനെ ഓവർടേക്ക് ചെയ്യുക. ജീസസ് അവൻ ഇതിന്റെ മധ്യത്തിലുണ്ട്, അവൻ ഇവിടെ ഉണ്ട്. യാക്കോബും പറഞ്ഞു ഇത് ദൈവമുള്ള സ്ഥലം. അയ്യോ, ഇത് ദൈവമുള്ള സ്ഥലം. ഞാനോ അതറിഞ്ഞില്ല. യാക്കോബ് പറഞ്ഞു ഞാനോ അതറിഞ്ഞില്ല. സുഹൃത്തേ, പല തകർച്ചകളുടെയും മധ്യ ദൈവം ഉള്ളത് നമ്മൾ അറിയുന്നില്ല. പല ഒറ്റപ്പെടലിന്റെയും മധ്യ ദൈവം ഉള്ളത് നമ്മൾ അറിയുന്നില്ല. പല ശൂന്യതയുടെയും മധ്യത്തിൽ ദൈവം ഉള്ളത് നമ്മൾ അറിയുന്നില്ല. ഒന്ന് ആത്മാവിൽ ചാർജായേ, ഒന്ന് ആത്മാവിൽ കത്തി കേറിക്കേ. എങ്കിൽ നിനക്ക് ചിലത് തിരിച്ചു പിടിക്കാൻ പറ്റും. എങ്കിൽ നിങ്ങൾക്ക് ചിലത് തിരിച്ചു പിടിക്കാൻ പറ്റും. എങ്കിൽ നിങ്ങൾക്ക് ചിലത് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ഞാനതിനെ പിന്തുടരണമോ? കർത്താവ് പറയുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും. ഞാൻ ദൂത് പറയാം, ഈ മീറ്റിംഗിൽ ഒരു ആമേൻ പറയുന്ന ഒരുത്തനുണ്ടെങ്കിൽ, അതറിഞ്ഞു പറയുന്നവനാണെങ്കിൽ, അവന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു നിശ്ചയം ദൈവം വയ്ക്കും. ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്ന് തന്നെ നമുക്ക് നിശ്ചയമില്ല. ചില കാര്യങ്ങൾക്കൊക്കെ ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണോ എന്നുവരെ നമുക്കൊരു നിശ്ചയമില്ല. പക്ഷെ തമ്പുരാൻ പറയുക, ഏത് കാര്യവും ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ അതിനകത്ത് ദൈവം ഒരു നിശ്ചയം കൽപ്പിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നീ അവരെ എത്തിപ്പിടിക്കുമെന്നും പറഞ്ഞാൽ മതി, വാക്യം പൂർണ്ണമാ. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ നിശ്ചയമായി എത്തിപ്പിടിക്കും. ഞാൻ ആത്മാവിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നു, നിങ്ങൾ
നിശ്ചയമായി അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് നിശ്ചയമായി ഒരു മുന്നേറ്റം ഉണ്ടാകും. നിങ്ങൾക്ക് നിശ്ചയമായി ഒരു സമാധാനം ഉണ്ടാകും. നിങ്ങൾക്ക് നിശ്ചയമായി ഒരു ദൈവവിളി ഉണ്ടാവും. നിങ്ങൾ നിശ്ചയമായി ദൈവകയിൽ ഉപയോഗിക്കപ്പെടും. നിശ്ചയമായി ഇന്നത്തെ ബുദ്ധിമുട്ടുകൾ മാറും. അത് ദൈവമുള്ളവൻ്റെ പ്രത്യേകതയാണ്. നോക്കിയേ 9-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് ബെസോർ തോട്ടിങ്കലെത്തി. ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ബെസോർ തോട് കടപ്പാൻ കഴിയാതവണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചതുകൊണ്ട് ദാവീദും 400 പേരും പിന്തുടർന്നു ചെന്നു. അവർ വയലിൽ വെച്ച് ഒരു മിസ്രൈമിനെ കണ്ടു. ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ അപ്പം കൊടുത്തു. അവൻ തിന്നു. കുടിപ്പാൻ വെള്ളവും കൊടുത്തു. അവർ അവിടെ നിന്നൊരു കഷ്ണം അത്തിയടയും 2 ഉണക്കമുന്തിരിക്കുലയും കൊടുത്തു. അത് തിന്നപ്പോൾ അവൻ ഉയിർ വീണു. 3 രാവും 3 പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ദാവീദ് അവനോട്, നീ ആരുടെ ആൾ, എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന്, ഞാനൊരു മിസ്രൈമ്യ ബാല്യക്കാരൻ, ഒരു അമാല്യക്കൻ്റെ ഭൃത്യൻ. 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചതുകൊണ്ട് എൻ്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ നിങ്ങളോട് പ്രവചിച്ച നിങ്ങൾക്ക് എത്ര പേർക്കത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങളുടെ ശത്രു എന്ന് കണ്ട ഒരു വ്യക്തി, നിങ്ങളെ ശത്രു എന്ന് കണ്ട ഒരു വ്യക്തി, നിങ്ങളുടെ ശത്രു സ്ഥാനത്ത് നിങ്ങളുമായി മത്സരിക്കുന്നവന്റെ ഭാഗത്ത് നിന്ന ഒരു വ്യക്തിയെ അത്തിയടയും ഉണക്ക മുന്തിരിക്കുലയും കൊടുത്ത് അവന് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ജീവൻ നിങ്ങളുടെ കൈകൊണ്ട് കൊടുത്ത ഭക്ഷണം നിമിത്തം പിടിച്ചു നിർത്താൻ, ശേഷം അവൻ നിന്റെ പക്ഷത്തേക്ക് ചേരാൻ തമ്പുരാൻ നിങ്ങളെ ഉപയോഗിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞെടുക്കാൻ പറ്റും? ഇത് ദൈവം കൂടെ ഉള്ളവന്റെ പ്രത്യേകതയാ. ശത്രു സ്ഥാനത്ത് നിൽക്കുന്നവനെ പോലും നമ്മുടെ കൈകൊണ്ട് ശുശ്രൂഷയ്ക്ക് വിധേയപ്പെടുത്തുന്ന ദൈവം. അവൻ എൻ്റെ ശത്രു എന്ന് പറഞ്ഞവനെ കൊണ്ട് തന്നെ അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഇടയാക്കി. ആ ശത്രു എന്ന് പറഞ്ഞവനെ കൊണ്ട് തന്നെ ഇവന്റെ ജീവനെ നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു ദൈവിക നീതി ഇന്നും പ്രാർത്ഥിക്കുന്നവന്റെ കൂടാരത്തിനകത്ത് ശേഷിക്കുന്നു. ഞാൻ ആത്മാവിൽ പറയുന്നു, ഇന്ന് നിങ്ങളെ ശത്രുവായി കണ്ടതുകൊണ്ട് പലതും സാങ്ഷൻ ചെയ്യാതെയും, ഇന്ന് നിങ്ങളെ ഒരു ശത്രു എന്ന് എണ്ണിക്കൊണ്ട് നിങ്ങൾക്കുള്ള പലതും തടഞ്ഞു വെക്കുകയും, ഇന്ന് നിങ്ങളെ ഒരു ശത്രുവിനെ പോലെ, ഒരു വെറുക്കപ്പെട്ട ഒരു വ്യക്തിയെ പോലെ കാണുന്ന പലരും നാളെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥ, ഒരവസരം, അത് നിങ്ങളുടെ അവസരം, അത് അവന്റെ അവസ്ഥ വെക്കുന്ന ഒരു നീതിയുള്ള ദൈവമുണ്ട്. കാരണം ആരെ കണ്ടാണോ, ആരെ കൊണ്ടാണോ ഈ വ്യക്തി നിങ്ങളെ ശത്രു എന്നെണ്ണിയത്, നാളെ ആ വ്യക്തിയെ കൊണ്ട് തന്നെ മറ്റവനെ ഉപേക്ഷിക്കുമാറാക്കിക്കുന്ന ഒരു ദൈവം. അത് നിന്റെ മിത്രമാകാൻ വേണ്ടിയാ, അത് നിന്റെ ബാച്ചിലോട്ട് ചേരാൻ വേണ്ടിയാ, അത് നിങ്ങളുടെ സഭയിലോട്ട് കയറാൻ വേണ്ടിയാ, അത് നിങ്ങളുടെ ടീമിലോട്ട് വരാൻ വേണ്ടിയാ, അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തോട്ട് കയറാൻ വേണ്ടിയാ. ശത്രുവിന്റെ കൂട്ടത്തിലെ ശത്രുവിനെ നിങ്ങളുടെ മിത്രമാക്കി മാറ്റുന്ന ഒരു ദൈവിക പ്രവൃത്തി. ഇതിനകത്തിരിക്കുന്ന ആരോടോ ദൈവാത്മാവ് പറയുന്നുണ്ട്, നിങ്ങളുടെ കൈയുടെ ശുശ്രൂഷ ഏൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചില ശത്രുക്കൾ, നിങ്ങളെ ശത്രു എന്നും നിങ്ങളെ വെറുക്കപ്പെട്ട വ്യക്തി എന്നും എണ്ണിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. നാളെ
നിങ്ങളുടെ കൈകൊണ്ട് ശുശ്രൂഷ ചെയ്തിട്ടല്ലാതെ അവന് ഉയിര് വീഴാത്ത നിലയിൽ. അങ്ങനെയല്ലേ ബൈബിളിൽ നമ്മൾ വായിച്ചത്? അത് കഴിച്ചു വെള്ളവും കുടിച്ചപ്പോൾ അവന് ഉയിർ വീണു എന്നാ പറഞ്ഞത്. ചില ജീവൻ പിടിച്ചു നിർത്താൻ ദൈവം നിന്റെ കൈയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ചിലരുടെ ജീവൻ പിടിച്ചു നിർത്താൻ തമ്പുരാൻ നിങ്ങളുടെ വായുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ചിലരുടെ ജീവൻ നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് മാത്രമേ തിരിച്ചു കിട്ടത്തുള്ളൂ എന്ന നിലയിൽ ദൈവം അവസരങ്ങൾ വെക്കാൻ പോവുകയാണ്. 2 കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനുള്ള സമയമേ നമുക്കുള്ളൂ. ഇനി നമുക്ക് പ്രാർത്ഥിക്കണം. ഒന്ന്, ഞാൻ നഷ്ടപ്പെട്ടതിന് വേണ്ടി പിന്തുടരണമോ എന്ന് ചോദിച്ചൊരു ദാവീദ്. ദൈവം പറഞ്ഞു, പിന്തുടരുക, നിശ്ചയമായും നീ എത്തിപ്പിടിക്കും. നിശ്ചയമായും നീ എത്തിപ്പിടിക്കും. അതിന് ഇംഗ്ലീഷ് വാക്കാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. For thou shalt surely overtake them and without fail recover all. നീ എല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി നീ ഓടാൻ തയ്യാറായിക്കോ. നിശ്ചയമായും ആ ഓട്ടത്തിന് നിനക്ക് പ്രതിഫലം ഉണ്ടാവും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഈ പ്രാർത്ഥനയും നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നത് പോലും ചില കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. ഞാൻ കേട്ടതുമായിട്ട് എന്തെങ്കിലും ബന്ധം ഇന്നത്തെ മെസ്സേജിലുണ്ടോ എന്നറിയാനാ. ദൈവം എന്നോടായി സംസാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയാനാ. ചിലതിനെയൊക്കെ തിരിച്ചു പിടിക്കാനാ, ചിലതിനെതിരെ ഒന്ന് നിൽക്കാനുള്ള ബലത്തിനാ, ചിലതിനെയൊക്കെ ഒന്ന് ഓവർടേക്ക് ചെയ്യാനാ. ഞാൻ ഒരു ദൂതും കൂടെ ഇതിനോട് ചേർത്ത് പറയാം. സുഹൃത്തെ, ചില കാര്യങ്ങളെ ഓവർടേക്ക് ചെയ്താലേ നമുക്ക് മറുപടികളുള്ളൂ, റിക്കവറി ഉള്ളൂ. നിനക്ക് സകലതും റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സകലതും റിസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാനുള്ളൊരു മനോഭാവം വേണം. നമുക്ക് മനുഷ്യനെ ഓവർടേക്ക് ചെയ്യണ്ട. കാരണം ദൈവവചനം തന്നെ പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല, മാംസരക്തങ്ങളോടല്ല, എന്നാൽ വാഴ്ചകളെ ഓവർടേക്ക് ചെയ്യണം, അധികാരത്തെ ഓവർടേക്ക് ചെയ്യണം, ആകാശത്തിലെ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയെ ഓവർടേക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നീ സകലതും പരാജയപ്പെടാതെ റിക്കവർ ചെയ്യും. അങ്ങനെ ഒരു വാക്ക് അവിടെ കിടക്കുന്നത്, ആൻഡ് വിത്തൗട്ട് ഫെയിൽ റിക്കവർ ഓൾ എന്നാണ്. എന്ന് വെച്ചാൽ നീ പരാജയപ്പെടാതെ സകലതും റിക്കവർ ചെയ്യും. ഈ തീയതി വരെ നീ പലയിടത്തും പരാജയപ്പെട്ടിട്ടുണ്ടാകാം, എന്നാൽ ഇനി നീ പരാജയപ്പെടത്തില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇനി പരാജയപ്പെടത്തില്ല. ഒത്തിരി ഇന്റർവ്യൂവിന് പോയി, ഒത്തിരി പേരുടെ മുമ്പിൽ ചെന്ന്, ഒത്തിരി പേരുടെ മധ്യസ്ഥത ചോദിച്ച്, ഒത്തിരി കാശ് ചെലവാക്കി, ഒത്തിരി പ്രതീക്ഷയോടെ ചെന്നിട്ട് പരാജയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു ഏഞ്ചലിനെ അസൈൻ ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട് ഇതിനകത്ത്? അവർ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസാകട്ടെ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സകലത, അത് മക്കളായിരിക്കാം, മക്കളുടെ ഭാവിയായിരിക്കാം, ആത്മീയതയായിരിക്കാം, സ്നേഹമായിരിക്കാം, കുടുംബമായിരിക്കാം, സമ്പത്തായിരിക്കാം, ബാങ്ക് ബാലൻസ് ആയിരിക്കാം, നിങ്ങളുടെ അവകാശങ്ങളായിരിക്കാം, ജോലിയായിരിക്കാം, ശുശ്രൂഷയായിരിക്കാം, എന്തുമായിരിക്കാം, നിനക്കതിനെ ഓവർടേക്ക് ചെയ്യാനൊരു വിളിയുണ്ട്. അത് ഓവർടേക്ക് ചെയ്യാനുള്ളൊരു നിയോഗമുണ്ട്. ദൈവത്തോട് ചോദിക്കുന്ന ആരോടോ? ദാവീദ് ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണോ? ദൈവം പറഞ്ഞു, നീ പിന്തുടർന്നില്ലെങ്കിൽ പിന്നെ ആര് പിന്തുടരും? നീ പ്രാർത്ഥിച്ചില്ലേ പിന്നെ ഇനി ആര് പ്രാർത്ഥിക്കും? നീയും കൂടെ മടുത്ത് കളഞ്ഞാൽ ഇനി ആരുണ്ടടാ നിന്റെ കുടുംബത്തിൽ? അതുകൊണ്ട് നീ സ്റ്റാർട്ട് ചെയ്യുക, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. ആമേൻ പറയാനുണ്ടോ? എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ 4 ദിക്കിലും ഒരു ദൈവശക്തി ഇറങ്ങുക. 4 ദിക്കിലും ഒരു ദൈവശക്തി. ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ചിലരെ ചുറ്റി പിടിക്കുന്ന നിലയിൽ ഒരു ദൈവശക്തി. ഈ മീറ്റിംഗിലുള്ള ചില സമ്മർദ്ദങ്ങളെ തകർത്ത് കളയുന്ന ഒരു ദൈവശക്തി. ചില സാത്താനിക സമ്മർദ്ദങ്ങൾ, മാനുഷികമാകുന്ന സമ്മർദ്ദങ്ങൾ, ungodly and unwanted soul pressures, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് തകർന്ന് മാറി. ജനം വിടുവിക്കപ്പെടട്ടെ.
സ്വീകരിക്കുക. വിശ്വസിക്കുന്നവരുണ്ട്, അവരുടെ മേൽ ദൈവശക്തി അടിക്കുന്നത് എനിക്ക് കാണാം. വിശ്വസിക്കുന്നവരുണ്ട്, ദൈവ ശബ്ദമെന്ന് കരുതി ഏറ്റെടുക്കുന്നവരുണ്ട്. അവരുടെ മേൽ ഒരു തിരിച്ചുപിടിക്കലിന്റെ അഭിഷേകം. ഇതോടെ മടുപ്പുകൾ നീങ്ങുന്ന, ഇതോടെ തകർച്ചകൾ മാറുന്ന, സകലതും റിക്കവർ ചെയ്യാൻ, ചിലതിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ഹെവൻലി അനോയിന്റിംഗ് ഈ മീറ്റിംഗിനകത്ത് പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യുന്നു. Come on, ചിലതിനെ ഓവർടേക്ക് ചെയ്യാൻ. ആമേൻ, 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 ആമേൻ. റുമനമസിയം ദേരിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് ഇതിനകത്ത് സംഭവിക്കട്ടെ. അവകാശങ്ങളെ വായി കൊണ്ട് അഡ്രസ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ എനിക്ക് നഷ്ടമായത് സകലതും തിരിച്ചു വരട്ടെ. എനിക്ക് നഷ്ടമായത് സകലതും, എൻ്റെ അവകാശങ്ങൾ തിരിച്ചു വരട്ടെ. എൻ്റെ അവകാശമാകുന്ന സ്നേഹം തിരിച്ചു വരട്ടെ. എൻ്റെ അവകാശമാകുന്ന സമ്പത്ത് തിരിച്ചു വരട്ടെ. എൻ്റെ അവകാശമാകുന്ന ദൈവിക ബന്ധം തിരിച്ചു വരട്ടെ. In the name of Jesus, in the name of Jesus, in the name of Jesus, അത് തിരിച്ചു വരട്ടെ. എല്ലാ ബ്ലെസ്സിങ്സിനെയും തടയുന്നത് യേശുവിന്റെ നാമത്തിൽ ക്രഷ്. ഇന്ന് ദൈവത്തോട് സംസാരിക്കുന്ന ദാവീദുമാരെ ദൈവം നോക്കുക. ഇന്ന് ദൈവത്തോട് സംസാരിക്കുന്ന ദാവീദുമാരെ, ദൈവത്തോട് ചോദിച്ച് തീരുമാനമെടുക്കുന്ന, ദൈവത്തോട് ചോദിച്ച് ചുവട് വെക്കുന്ന ദാവീദുമാരെ തമ്പുരാൻ നോക്കുക. പിതാവേ, ഇപ്പോൾ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ ഇവരുടെ ലൈഫിൽ കാണട്ടെ. ഇപ്പോൾ ഒരു വിടുതൽ ഇവരുടെ ലൈഫിൽ കാണട്ടെ. ഇവരുടെ കണ്ണിൽ അത്ഭുതങ്ങൾ കാണട്ടെ. ഇവരുടെ പ്രയറിൽ ദൈവിക വെളിച്ചം കാണട്ടെ. ഇവരുടെ റൂമിൽ ഏഞ്ചൽസിനെ കാണട്ടെ. എല്ലാ കാലതാമസങ്ങളും മാറുന്നു. എല്ലാ ദുർവിധികളെ ക്യാൻസൽ ആക്കുന്നു. അതൻ യേശുവിൻ നാമത്തിൽ തന്നെ ചേർന്ന് പറയട്ടെ. ആമേൻ. ഒന്നും കൂടെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ.